ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് ഇടുന്നത്. വിഷുവിന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്, ആദ്യം നമ്മൾ കണിക്കൊന്ന പൂവാണ് മേടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി കണിക്കൊന്ന പൂ വാങ്ങിച്ചു. നല്ല പൂവായിരുന്നു കേട്ടോ. ആ പിള്ളേരായിരുന്നു വിറ്റിരുന്നത്. നമ്മുടെ കട്ടപ്പന ചന്തയുടെ അടുത്ത് തന്നെയാണ് അവർ നിന്നിരുന്നത്. നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂവാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കണിക്കൊന്ന പൂ കൊണ്ട് തന്നെ വിഷുക്കണി പൂർത്തിയായില്ലല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനി നമുക്ക് കണി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണം. അതിന് നമ്മുടെ കട്ടപ്പനയിൽ തന്നെ ഒരു ഹോൾസെയിൽ കടയുണ്ട്, ഫ്രൂട്ട്സിൻ്റെ ഹോൾസെയിൽ കടയുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ സാധനം വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ ഇത്രയും നല്ല പറഞ്ഞത് എല്ലാത്തിനും രണ്ട് ഫ്രൂട്ട്സ് വെച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും തന്നു. പക്ഷെ പൈനാപ്പിളും ഒക്കെ 2 വാങ്ങിച്ചിട്ടില്ല കേട്ടോ, അത് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജ്യോതിനെ കണ്ടത്. ജ്യോതിയോടും കൊച്ചിനോടും കുറേ നേരം വർത്താനം പറഞ്ഞു നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ഞങ്ങളെ പ്രതീക്ഷിച്ച് നമ്മുടെ മക്കൾ കാത്തിക്കാണ്. അപ്പോൾ വൈകുന്നേരം വീടെല്ലാം വൃത്തിയാക്കി നമ്മുടെ വിഷുക്കണി സെറ്റാക്കി. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നതുകൊണ്ട് വിഷുക്കണി ഒരുക്കുന്നൊന്നും ഞാൻ ഇട്ടില്ല, കാരണം എല്ലാ വർഷവും ഇടുന്നതാണ്, അങ്ങനെ കാണിക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം കണി വെക്കുന്നത് മാത്രമില്ല, അല്ലാത്ത വീഡിയോസാണുള്ളത്. കണി വെച്ച് ഉള്ള ഫുൾ വീഡിയോസാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം കിടന്നപ്പോൾ 12 മണിയോട് കൂടിയായി. നല്ല രീതിയിൽ എല്ലാം നമ്മുടെ കണി കാണാനുള്ള 2 ഉണ്ണിക്കണ്ണന്മാർ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. തുമ്പിച്ചനും അപ്പു ഉറങ്ങി. അവരെ രാവിലെ തന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് 2 പേരും പോയി കിടന്നത്. അപ്പം നമുക്ക് കുറച്ചേറെ മയിൽപ്പീലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് സെറ്റാക്കി കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞി കൃഷ്ണനാണ്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ കേട്ടോ കണ്ണനെ വാങ്ങിച്ചത്. അങ്ങനെ ഞാൻ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് നമ്മുടെ കണി വിളക്ക് തെളിച്ചു, ഭഗവാനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മുടെ മക്കളെ വിളിച്ചു വരുത്തി നമുക്ക് കണി കാണേണ്ട സമയമാണ്. അപ്പം നമ്മുടെ കണ്ണനെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. അതായത് രാത്രി സമയമായതുകൊണ്ടും വിളക്കിൻ്റെ ആ ഒരു നാളത്തിൽ ഭഗവാനെ കാണാൻ വളരെ മനോഹരമാണ്. അങ്ങനെ എല്ലാം തന്നെയുണ്ട്. സ്വർണ്ണമുണ്ട്, രൂപയുണ്ട്, അരിയുണ്ട്. അങ്ങനെ നമ്മൾ കണി വയ്ക്കുന്ന എല്ലാം തന്നെയുണ്ട്. ആദ്യം തന്നെ നമ്മൾ തുമ്പിമോളെയാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചത്. 1-2 വിളിക്കുമ്പോൾ തന്നെ കൊച്ചെഴുന്നേറ്റ് വരും. അപ്പം അവളെയാണ് വിളിച്ചത്. അവൾ വന്ന് കണി കാണുകയാണ്. കുഞ്ഞിന് വളരെ സന്തോഷമായി. അവൾ എല്ലാ വർഷവും അവൾക്കിത് കണ്ടില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്നും കണി കാണുന്ന സമയത്ത് അവൾക്ക് കണി വെക്കണമെന്നുള്ളത് ഭയങ്കര ഒരു നിർബന്ധമാണ്. അപ്പം അടുത്ത ആളാണ് നമ്മുടെ അപ്പുക്കുട്ടനെയാണ് കൊണ്ടിരുന്നത്. അപ്പു നല്ല ഉറക്കത്തിലായിരുന്നു. സാധാരണ വിളിച്ചാൽ കരയുന്നതാണ്, പക്ഷേ ഈ പുള്ളിക്കാരി ഈ പ്രാവശ്യം കരഞ്ഞിട്ടില്ല. അപ്പോൾ എഴുന്നേറ്റ് വന്ന് അവൾ അപ്പു കണി കാണുകയാണ്. എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഇനി നമുക്ക് നേരെ കണി കാണലെല്ലാം കഴിഞ്ഞു. ഇനി കൈനീട്ടമാണ്. അപ്പോൾ കുട്ടേട്ടനാണ് കൈനീട്ടം കൊടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളാണ് നമ്മുടെ കുട്ടേട്ടൻ. അപ്പോൾ കുട്ടേട്ടൻ ഞങ്ങൾക്ക് 3 പേർക്കും കൈനീട്ടം തന്നു. ഞാനും മക്കൾക്ക് കൈനീട്ടം കൊടുത്തു. അവർക്ക് വളരെ സന്തോഷമായി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2 പേരുടെ കയ്യിൽ നിന്നും കൈനീട്ടം കിട്ടുന്നത് അവർക്ക് വളരെ സന്തോഷമാണ്. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, വിഷു ദിനത്തിൽ കൈനീട്ടം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷം. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയത്. എല്ലാ പ്രാവശ്യവും പോകുന്ന പോലെ നമ്മുടെ കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ തന്നെയാണ് പ്രാവശ്യം നമ്മൾ പോയത്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നിൽക്കുന്ന ജനക്കൂട്ടങ്ങൾ കണ്ടില്ലേ, ഇത് ഭഗവാനെ കാണാനായിട്ട് നിൽക്കുന്ന ക്യൂ ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു ക്യൂ ഞാൻ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് ക്യൂ എന്ന്. ഇതിനെല്ലാം ലാസ്റ്റ് ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കയറുകയാണ്. അങ്ങനെ ഭഗവാനെ കണ്ടു വണങ്ങി. ഇന്നൊരു ദിവസം ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ജനസമുദ്രങ്ങളാണ് നമ്മുടെ കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ അമ്പലത്തിനകത്ത് കയറി. പ്രാവശ്യം നമുക്ക് കൈനീട്ടം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണൻ വലിയ കൃഷ്ണനാണ് കേട്ടോ. അപ്പം കൈനീട്ടം വാങ്ങാനായിട്ട് നമ്മളിങ്ങനെ ക്യൂ കണി വെച്ചിരിക്കുന്നത് ശ്രീകോവിലിന് നേരെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഭഗവാന്റെ ശ്രീകോവിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് കൈനീട്ടം കിട്ടി. ഇപ്രാവശ്യം സ്പെഷ്യലായിട്ടാണ് ഞങ്ങൾ കൈനീട്ടം കിട്ടിയത്. കാരണം കൃഷ്ണൻ്റെ ഒരു കാർഡ്, ആ കാർഡിൽ അകത്താണ് നമ്മുടെ 1 രൂപ നാണയം വെച്ച് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, കൈനീട്ടം തന്നിരിക്കുന്നത്. നമുക്കെന്നും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പ്രദക്ഷിണം എല്ലാം ചെയ്തതിന് ശേഷം ഇതാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ കൈനീട്ടം. ഭഗവാന്റെ കാടിനുള്ളിലാണ് ആ 1 രൂപ വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു, ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾക്കൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. ഇതാണ് മക്കളെ ആ ട്വിസ്റ്റ്. അതെ, നമ്മുടെ ഈ വിഷു ദിനത്തിൽ ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട്, ഒരു നേരം കണി കാണാനായിട്ട് നമ്മുടെ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് നമ്മുടെ കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്.
അതിനുശേഷം ഞാൻ ഗുരുദേവൻ്റെ നടയിൽ വന്ന് തൊഴുതു നമ്മൾ പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ഒരുപാട് ആളുകൾ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫോളോവേഴ്സും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളോട് വന്ന് അവരുടെ സന്തോഷം പറഞ്ഞു. നമ്മളുടെ വിഷു ആശംസകളെല്ലാം അവർക്ക് നേരിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. ഇതാണ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞത്. കാരണം വിഷു ദിനത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഹാപ്പിനെസ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. അപ്പം എല്ലാവരും നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു വലിയ വിഷു ആശംസകൾ നേരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കുറേയേറെ താമസിച്ചു. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.